നമസ്കാരം. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ഭയം കടന്നു വരും. എന്നാൽ മറ്റ് പല രോഗങ്ങളെയും പോലെ തന്നെ കുടലിലെ ക്യാൻസറിനെയും അതിൻ്റെ ആരംഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്കതിനെ ഫലപ്രദമായി ചികിത്സിക്കാനും പൂർണ്ണമായി ഭേദമാക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ രോഗത്തെ ഭീതിയോടെയല്ല അവബോധത്തോടെയാണ് സമീപിക്കേണ്ടത്. കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുടലിലെ ക്യാൻസർ വൻകുടലിനെയും മലാശയത്തെയും ബാധിക്കുന്ന ഒരുതരം അർബുദമാണ്. പലപ്പോഴും ഇത് ചെറിയ ക്യാൻസർ അല്ലാത്ത വളർച്ചകളായ പോളിപ്പുകളായിട്ടാണ് ആരംഭിക്കുന്നത്. കാലക്രമേണ ഈ പോളിപ്പുകൾ ക്യാൻസറായി മാറിയേക്കാം. അതുകൊണ്ട് നേരത്തെയുള്ള തിരിച്ചറിയലും പ്രതിരോധ നടപടികളും നിർണായകമാണ്. കുടലിലെ ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിനെ നേരത്തെ തന്നെ കണ്ടെത്താനും ചികിത്സിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നതാണ്. പോളിപ്പുകൾ ക്യാൻസറായി മാറുന്നതിന് മുൻപ് തന്നെ കണ്ടുപിടിച്ച് നീക്കം ചെയ്താൽ ഈ രോഗത്തെ പൂർണ്ണമായി തടയാൻ കഴിയും. എന്നാൽ പലപ്പോഴും ആളുകൾ ഇതിന്റെ ആദ്യ ലക്ഷണങ്ങളെ നിസ്സാരമായി കാണുന്നു, അല്ലെങ്കിൽ പൈൽസ് പോലുള്ള മറ്റ് പ്രശ്നങ്ങളാണ് എന്ന് തിരിതിരിക്കുന്നു. ഈ വൈകലാണ് പലപ്പോഴും രോഗത്തെ ഗുരുതരമാക്കുന്നത്. ഓർക്കുക, എല്ലാ ലക്ഷണങ്ങളും ക്യാൻസർ ആവണമെന്നില്ല. പക്ഷേ അസാധാരണമായ മാറ്റങ്ങളെ ഒരിക്കലും അവഗണിക്കരുത്. നമ്മുടെ കുടലിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഏറ്റവും ആദ്യം പ്രകടമാകുന്നത് നമ്മുടെ മലശോധനയിലെ മാറ്റങ്ങളിലൂടെയാണ്. മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം. സാധാരണയായി എല്ലാവർക്കും മലബന്ധമോ വയറിളക്കമോ വരാം. എന്നാൽ കുടലിലെ ക്യാൻസറിന്റെ ലക്ഷണം എന്തെന്നാൽ ഈ മാറ്റം ഒരാഴ്ചയിലധികം അല്ലെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കും എന്നതാണ്. മുൻപ് കൃത്യമായി പോയിരുന്നവർക്ക് പെട്ടെന്ന് കഠിനമായ മലബന്ധം വരികയോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത വയറിളക്കം ഉണ്ടാവുകയോ ചെയ്യാം. മലത്തിന്റെ രൂപത്തിലോ വലിപ്പത്തിലോ ഉള്ള മാറ്റം. കുടലിൽ ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അത് മലം കടന്നുപോകുന്ന വഴിയിൽ തടസ്സമുണ്ടാക്കുന്നു. ഇത് കാരണം മലം പെൻസിലിന്റെ കനം പോലെ നേരിയതോ അല്ലെങ്കിൽ മെലിഞ്ഞതോ ആയി മാറിയേക്കാം. ഈ മാറ്റം സ്ഥിരമായി ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. പൂർണ്ണമായി ശോധന നടന്നില്ല എന്ന തോന്നൽ. മലവിസർജനം കഴിഞ്ഞാലും വയറ് പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇനിയും പോകാനുണ്ട് എന്നൊരു തോന്നലുണ്ടാകാം. ഇത് മലാശയത്തിന്റെ ഭാഗത്ത് ഒരു ട്യൂമർ ഉള്ളതിന്റെ സൂചനയാകാം. മലത്തിന്റെ കൂടെയുള്ള രക്തം. കുടലിലെ ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു ലക്ഷണമാണിത്. മലത്തിൽ കാണുന്ന രക്തം ചിലപ്പോൾ ചുവപ്പ് നിറത്തിലോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ ആകാം. പൈൽസ് പോലുള്ള സാധാരണ പ്രശ്നങ്ങളിൽ ചുവന്ന രക്തം പുറത്ത് കാണുമെങ്കിലും ക്യാൻസർ ആണെങ്കിൽ ഇത് മലവുമായി കലർന്ന നിലയിലോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ ആയിരിക്കും കാണപ്പെടുക. പലരും ഇതിനെ പൈൽസ്, ഫിഷർ തുടങ്ങിയ രോഗങ്ങളായി കണക്കാക്കി ചികിത്സ തേടാൻ വൈകും. രക്തം കാണുക എന്നത് ഒരു മുന്നറിയിപ്പാണ്. അത് ക്യാൻസർ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ക്യാൻസർ അല്ലെന്ന് ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മലത്തിൽ രക്തം കണ്ടാൽ ശ്രദ്ധിക്കുക. അടിവയറിലെ വേദനയും മറ്റ് അസ്വസ്ഥതകളും. കുടലിലെ ക്യാൻസർ വളരുമ്പോൾ വയറിലും ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. വയറുവേദനയും കോച്ചിപ്പിടുത്തവും. വിട്ടുമാറാത്ത വയറുവേദന അല്ലെങ്കിൽ ഇടവിട്ടുള്ള കോച്ചിപ്പിടുത്തം അനുഭവപ്പെടാം. ഇത് ഗ്യാസ് മൂലമോ മറ്റ് ദഹന പ്രശ്നങ്ങളോ ആകാം. പക്ഷേ വേദനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ, അതായത് സ്ഥിരമായി ഒരേ സ്ഥലത്ത് മാത്രം വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. വയറിൽ വീർപ്പുമുട്ടൽ അല്ലെങ്കിൽ ഗ്യാസ്. വിശപ്പില്ലായ്മ, അമിതമായി ഗ്യാസ് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ വയറ്റിൽ ഒരു വീർപ്പുമുട്ടൽ എന്നിവ ക്യാൻസറിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ പെടാം. ട്യൂമർ കുടലിൽ ഭാഗികമായോ പൂർണ്ണമായോ തടസ്സമുണ്ടാക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഓക്കാനവും ഛർദിയും. കുടലിൽ തടസ്സമുണ്ടാക്കുമ്പോൾ ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടാവുകയും ചെയ്യാം. വിളർച്ചയും ക്ഷീണവും. കുടലിലെ ക്യാൻസർ പലപ്പോഴും പതിയെ രക്തസ്രാവത്തിന് കാരണമാവാറുണ്ട്. ഈ രക്തനഷ്ടം പുറത്തറിയണമെന്നില്ല. എന്നാൽ ഇത് ശരീരത്തെ വലിയ രീതിയിൽ ബാധിക്കും. വിട്ടുമാറാത്ത ക്ഷീണം. മതിയായ വിശ്രമം എടുത്തിട്ടും മാറാത്ത കടുത്ത ക്ഷീണം. പലപ്പോഴും ഇത് രക്തക്കുറവ് മൂലമാകാം. കുടലിൽ നിന്ന് ചെറിയ തോതിൽ ദിവസവും രക്തം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുകയും വിളർച്ച വരികയും ചെയ്യും. ക്ഷീണം, വിളറിയ ചർമ്മം, തലകറക്കം എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ക്ഷീണം പലരും തിരക്കിട്ട ജീവിതത്തിന്റെ ഭാഗമായി കരുതി അവഗണിക്കാറുണ്ട്. കാരണങ്ങളില്ലാതെ ശരീരഭാരം കുറയൽ. ഭക്ഷണക്രമത്തിലോ വ്യായാമത്തിലോ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ശരീരഭാരം കുറയുന്നത് ക്യാൻസറിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം 2 ആഴ്ചയിലധികം തുടർച്ചയായി അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്.